ഹായ്, ഞാൻ ദീപ. അപ്പോൾ തൊട്ട് മുന്നേ ഒരു റൂട്ടീൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരാഴ്ച വളരെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവായിട്ട് നമ്മൾ മീൽ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ മീൽ പ്ലാനിങ്ങിനെ പറ്റിയിട്ടും മീൽ പ്രിപ്പറേഷനെ പറ്റിയിട്ടും ഒരു വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് 1-2 കമൻറ്റ് ഞാൻ കണ്ടു. ഇതിന് മുന്നേ തന്നെ നമ്മളുടെ അടുക്കളയിലെ പണികൾ ഒതുക്കി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സമയം കണ്ടെത്താമെന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ മീൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആദ്യം അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു മീൽ പ്ലാൻ ഉണ്ടാക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതും പിന്നെ അതെങ്ങനെ അരിഞ്ഞു വയ്ക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോബാണ് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ഉണ്ടാക്കി തീർക്കണമല്ലോ എന്നുള്ളൊരു കൺസേൺ, അല്ലെങ്കിൽ തലേന്ന് തന്നെ ഇന്ന് തന്നെ ഇപ്പം ഇരുന്ന് ആലോചിക്കും, ഓക്കെ നാളെ ഞാൻ എന്തുണ്ടാക്കും, ആ ഒരു ക്വസ്റ്റ്യനാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നൊരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തലവേദന നമ്മുടെ തലേന്ന് പോയി. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈവൻ താമസിച്ച് എണീക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു 1.5-2 മണിക്കൂറിനകത്ത് രാവിലത്തെയും ഉച്ചക്കത്തേക്കും ഉള്ള ഫുഡ് അങ്ങ് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മീൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മൊത്തം നിന്ന് ചെയ്യുമല്ല ചെയ്യുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളും ഞായറാഴ്ചയാണ് ചെയ്യുന്നതെങ്കിലും ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. മെയിൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം ഇത് അൺഹൈജീനിക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈയിടയ്ക്ക് കുറച്ച് വെബിനാർസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല. ഇതിൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്തൊന്നും വെക്കുന്നതല്ല, പ്രിപ്പറേഷൻസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫുഡ് വേണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അധികം ബ്ലാ 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 പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് നേരെ എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ളത് കാണാം. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനൊരു പേപ്പർ എടുക്കും. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ കാണിക്കാം. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പേപ്പറാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യുന്നത് ഡേറ്റ് എഴുതിയിട്ട് എന്താണ് ഇപ്പോൾ ഫ്രിഡ്ജിലുള്ളത് എന്നുള്ളത് എഴുതി വയ്ക്കാം. അതായത് മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച എന്തൊക്കെ സാധനങ്ങളുണ്ട്, അല്ലാതെ മീൽ പ്രിപ്പ് ചെയ്യാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ അതും ലിസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ അതും ഇനി ഈ ആഴ്ച മേടിക്കാനുള്ളതുമായിട്ട് വെച്ചിട്ട് ഒരു മീൽ പ്ലാൻ അങ്ങോട്ടുണ്ടാക്കും. മീൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, രാവിലെയും ഉച്ചയ്ക്കത്തെ തന്നെയാണ് ഞങ്ങൾ വൈകിട്ടും കഴിക്കുന്നത്. അപ്പം രാവിലെ ഉച്ചയ്ക്കും എന്താണ് ഉണ്ടാക്കേണ്ടത് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കും. ഇതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതെന്ന് കരുതരുത്. ഇതിൽ ചെറിയ വേരിയേഷൻ വരും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിന്ന് വരും. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി എഴുതുന്ന അന്ന് ചിലപ്പം ഇവർ പറയും ഇവർക്കത് പൂരി മതി എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യും, എന്നിട്ടത് അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ പച്ചക്കറികളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് എഴുതും. അത് ഞായറാഴ്ച രാവിലെ തന്നെ ബിജുവിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ബിജു അത് പോയി വാങ്ങിച്ചിട്ട് വരും. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഗ്രോസറീസ് എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത് അത് ഇവിടുത്തെ ഷോപ്പിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ഉച്ചയാവുന്നതിന് മുമ്പേ കൊണ്ടെത്തിക്കും. അപ്പം ഇത്രയാകുമ്പോൾ തന്നെ സാധനങ്ങളെല്ലാം ഉച്ചയാകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണമെന്നുള്ളത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് എല്ലാം കൂടെ ഞായറാഴ്ച തന്നെയല്ല ചെയ്യുന്നത്. നമ്മൾ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തേങ്ങ ഇരിപ്പുണ്ട്, ഉള്ളി പൊളിച്ചതിരിപ്പുണ്ട്, തേങ്ങ കൊത്തിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞായറാഴ്ച ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞായറാഴ്ച ചെയ്യും. പിന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പം ചിലപ്പോൾ തേങ്ങ ചുരണ്ടുന്നതാവാം, അല്ലെങ്കിൽ കൂർക്ക ഒന്ന് നന്നാക്കി വയ്ക്കുന്നതാവാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പം അടുത്ത തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിട്ട് മാറ്റിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ തേങ്ങ ചുരണ്ടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ചെയ്തതെങ്കിൽ
പിന്നെ ഇപ്പം മാങ്ങ അച്ചാറിടുന്നത് ചിലപ്പോൾ ഒരു ബുധനാഴ്ചത്തേക്കായിരിക്കും മാറ്റുന്നത്. പക്ഷേ അപ്പം ഇത് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് നോക്കുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് പോവും. പിന്നെ അത് ഞാൻ ആ പ്ലാനറിൽ എഴുതി വെക്കുമ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മീൽ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മീൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു വയ്ക്കുന്നത്. ഇപ്പം ഫ്രിഡ്ജിലുള്ളതെന്ന് പറഞ്ഞാൽ പാവയ്ക്ക സ്ലൈസ് ചെയ്തതുണ്ട് എൻ്റെ കയ്യിൽ, തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്, തേങ്ങ കൊത്തുണ്ട്, ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒടിയൻ പയർ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കാനുള്ള പോർഷനുണ്ട്, ശർക്കര പാനി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മീൽ പ്ലാൻ എഴുതി വെച്ച് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എഴുതി പോവും. അപ്പോൾ ആ സാധനങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും കിട്ടും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എന്തൊക്കെ കറി വെക്കണം എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കേരള മെനു പോലൊരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കാണുന്നുണ്ടോ, എന്തൊക്കെയാണ് നമുക്ക് ഐഡിയ ഇല്ലെങ്കിലേ എന്തൊക്കെയാണ് വേണ്ടത്. പക്ഷെ എപ്പോഴും ഇവിടെ സ്ഥിരം മെനു തന്നെയായിരിക്കും, എങ്കിലും ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മെനു ഇതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, മീൽ പ്ലാൻ എഴുതി വെച്ചു. പിന്നെ എക്സ്ട്രാസ് അച്ചാറിടണം. പിന്നെ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഞായറാഴ്ച വല്ലം ഉണ്ണിയപ്പത്തിൻ്റെ കുറച്ച് ബാറ്റർ ഉണ്ടാക്കി വെച്ചാൽ അത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ഒരു ഇച്ചിരി ഉണ്ടാക്കത്തുള്ളൂ. വളരെ കുറച്ച് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഒരു ഉടായ്പ ഉണ്ണിയപ്പം എന്ന് പറയാം, അങ്ങനെ ചെയ്യും. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ട്, അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യണം ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും. പിന്നെ എപ്പോഴും ഇവിടെ ഉള്ളത് അവലാണ്, കാരണം തേങ്ങ ഉണ്ട്, പിന്നെ ശർക്കര പാനി ഓൾവേസ് ഫ്രിഡ്ജിൽ കാണും, പിന്നെ അവലെടുക്കുക നനയ്ക്കുക, അപ്പോൾ എളുപ്പ പരിപാടിയാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളതാണ്. പിന്നെ അപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ഞാൻ ബിജുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിജു അത് വാങ്ങിച്ചിട്ട് വരും. പിന്നെ ആ സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യണം എന്നുള്ളതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ കടല ചിലപ്പോൾ ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ കടല, വൻപയർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വേവിച്ച് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും, ചിലപ്പോൾ ഞാൻ ജസ്റ്റ് അത് സോക്ക് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. മിക്കവാറും സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം നമുക്കെടുത്ത് വേവിച്ച് റെഡിയാക്കാമല്ലോ, അങ്ങനെ ചെയ്യും. അത് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ദോശമാവിന് അരയ്ക്കുന്നത്, അപ്പത്തിന് അരയ്ക്കുന്നതൊക്കെ ഞാൻ മിക്കവാറും തലേന്ന് ഇട്ടിട്ട് രാവിലെ എടുക്കുന്ന ഒരു രീതിയുണ്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. തലേന്നെല്ലാം സോക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് ഇത് പൊങ്ങി കിട്ടും. അങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് പിന്നെ രാവിലെ ഇട്ട് വൈകിട്ട് റെഡിയാക്കി പിറ്റേന്ന് എടുക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു ഒരു 11 മണിക്ക് ശേഷമാണ് മീൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തീരുവേ. അപ്പോൾ ഇന്നിപ്പം ഞാൻ തീർത്തേക്കുന്നത് അവിയൽ, ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചു, അവിയലിൻ്റെ കൂട്ടം 3 പോർഷൻസ് ആക്കി വെച്ചിട്ടുണ്ട്, ബീട്രൂട്ട്, കൂർക്ക 2 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ഈ പോർഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഇഞ്ചി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു, കാരണം എനിക്ക് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഐസ് ക്യൂബ്സ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇഞ്ചി മാത്രം ക്ലീൻ ചെയ്ത് ഒരു കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒടിയൻ പയർ, ചീര ഞാൻ ജസ്റ്റ് കഴുകത്തൊന്നുമില്ല, ചീര അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ മാറ്റി നല്ല ഇലയൊക്കെ നോക്കിയിട്ട് അതൊരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചീര എടുത്ത് തോരനാക്കിയാൽ മതി, ആ രീതിയിൽ. ഓക്കെ, ദോശമാവിന് ഞാൻ ഇന്ന് ഇട്ടില്ല, കാരണം നാളെ ഞാൻ ദോശയും ഇതൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിലും ഇന്ന് ഞാനിപ്പം ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം എനിക്ക് ദോശയ്ക്ക് അരയ്ക്കാനുള്ള ചോറില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുക. നാളെ ചിലപ്പോൾ പൂരിയോ വല്ലതും ആയിരിക്കും. ഓക്കെ, പിന്നെ ഏത്തയ്ക്ക ക്യൂബ്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്, വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഞാൻ വൈകിട്ടാകുമ്പോൾ, ഉച്ചയ്ക്ക് ഇട്ടതാണ്, അത് വൈകിട്ടാകുമ്പോൾ ഊറ്റി ഞാൻ ഫ്രീസറിൽ
നമ്മൾ സിപ്പ് ലോക്ക് ബാഗിൽ അടച്ചു വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് വേവിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ തേങ്ങ ചുരണ്ടാനൊന്നും ഇല്ല, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ തേങ്ങ ചുരണ്ടിയത് വെച്ചിട്ടുണ്ട്, തേങ്ങ കൊത്തുണ്ട്, ഉള്ളി വെളുത്തുള്ളി തൊലിച്ചതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത്യാവശ്യം ആ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടന്നിട്ടില്ല. അപ്പോൾ ഇത്രയുമായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് ഉള്ളി തൊലി കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ഇതിൽ അടച്ച്, ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പിന്നെ വന്നിട്ട് വെളുത്തുള്ളിയും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് എനിക്കധികം ഇനി ഈ ആഴ്ച ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് തേങ്ങാക്കൊത്ത്, ഇത് നമുക്ക് ഈ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ അതാണ് തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് മത്തങ്ങ, ഇത് കഴിഞ്ഞ ആഴ്ച ചെയ്തു വെച്ചതാണ്, അപ്പോൾ അതുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ഇത് മെഴുക്ക് പുരട്ടാനായിട്ടുള്ള റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അതുപോലെ ഈ ഇതിനകത്ത് 2 പോർഷനായിട്ട് കൂർക്ക ഞാൻ ഇതെല്ലാം ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് ഇഞ്ചി ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇതായിട്ട് വെച്ചിട്ടില്ല, അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇഞ്ചി മാത്രം തൊലി കളഞ്ഞ് ചെറിയ ഇതായിട്ട് മുറിച്ച് വെച്ചേക്കുക. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്, ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഐസ് ട്രേയിലാക്കിയിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കി ഇത് ഫ്രീസറിൽ വെച്ചേക്കും. അപ്പം മീൻ, ചിക്കൻ അതുപോലുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും ഈ ഓരോ ക്യൂബ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും എളുപ്പമാണ്. പിന്നെ ഇത് കരിവേപ്പില ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഈ പയറൊക്കെ മുളപ്പിക്കാൻ യൂസ് ചെയ്യുന്നൊരു ഡപ്പായില്ലേ, അതാണ്. അപ്പോൾ ഇത് ഞാൻ കഴുകാതായി ഇതിനകത്ത് വെച്ചേക്കുന്നത്, ആവശ്യത്തിന് കഴുകിയെടുക്കും. ചീരയോ ഇപ്പം അല്ലാതെ ഇലയുടെ എന്തെങ്കിലും ഐറ്റംസ്, മുരിങ്ങ ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ പാത്രത്തിൽ വളരെ ലൂസായിട്ട് ഇങ്ങനെ തണ്ടും ഇലയെല്ലാം കൂടെ സെപ്പറേറ്റ് ആക്കി വയ്ക്കും. എന്നിട്ട് അടിയിലും ടിഷ്യൂ പേപ്പർ ഇടും, മുകളിലും ടിഷ്യൂ പേപ്പർ ഇടും. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് കഴുകി റെഡിയാക്കി, ഇത് കഴുകാതാണ് ഞാനിത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ തേങ്ങ ഞാൻ ചുരണ്ടി വയ്ക്കും. അത് ഇട ദിവസങ്ങളിലാണ് ചുരണ്ടി വയ്ക്കുന്നത്. എല്ലാം കൂടി ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മുടെ ബീട്രൂട്ട് ഇതെല്ലാം ഈ തോരനാണെങ്കിൽ പോലും ഞാൻ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞൊന്നും വെക്കത്തില്ല, അത് ഞാൻ ക്യൂബ്സ് ആക്കിയേ വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നേ മെഴുക്ക് പുരട്ടാം, അല്ലെങ്കിൽ തോരനാക്കണമെങ്കിൽ അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ. ഇത് ഞാൻ കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കി വയ്ക്കുന്നതാണ്. ഇതൊരു ശർക്കരപ്പാനി റെഡിയാക്കി വെച്ച 2 ആഴ്ചത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ടല്ലോ, അത് ഞാൻ ഒരു 5 നാരങ്ങ വെള്ളം മേടിച്ച് വെച്ച് ഞാനിങ്ങനെ നീരാക്കി ഇതിനകത്ത് വെച്ചേക്കും. അപ്പോൾ എന്താ, വേണമെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ കറികളിലൊക്കെ വെള്ളം ചേർക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് ഒടിയൻ പയറാണ്. അതുപോലെ ക്യാരറ്റ്, പാവയ്ക്ക സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോരനെടുക്കാം, മെഴുക്കുരട്ടിക്ക് എടുക്കാം, ഇല്ലെങ്കിൽ പാവയ്ക്ക വറുക്കാം. ഇതിനെല്ലാത്തിനും ഒരു 2 പാവയ്ക്കൊക്കെ മേടിക്കത്തുള്ളൂ, പക്ഷേ അത് സ്ലൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി കാണും. പിന്നെ നേരത്തെ പോലത്തെ ഒരു ഡപ്പയിൽ ഇത് ഇങ്ങനെ ഞെട്ട് മാറ്റി ക്ലീൻ ആക്കി വെച്ചേക്കും. കഴുകിയിട്ടൊന്നും അല്ല ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അവിയൽ ഞാനിങ്ങനെ ഒരു 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 50 രൂപയ്ക്കോ അവിയൽ കൂട്ടാൻ മേടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ 3 സിപ്ലോ കവറിലാക്കി വയ്ക്കും. അപ്പോൾ ഇത് 3 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇവിടെ അങ്ങനെ അധികം ഈ പച്ചക്കറികളോട് വലിയ താല്പര്യമില്ലാത്ത മനുഷ്യരായതുകൊണ്ട് കുറച്ചുണ്ടാക്കിയാൽ മതി അറ്റ് എ ടൈം. അപ്പോൾ ഇങ്ങനെയാണ് മീൽ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രിപ്പറേഷൻസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം.